നമസ്കാരം പ്രിയപ്പെട്ടവരെ. പൊതുവെ മലയാളികൾക്ക് എല്ലാവരും കുട്ടികളെല്ലാം തന്നെ ഒന്നുകിൽ ഡോക്ടർ അല്ല എൻജിനീയർ അങ്ങനെയുള്ള ഒരു കോഴ്സിലേക്ക് പോകാനാണ് കൂടുതൽ ആളുകളും താല്പര്യപ്പെടുന്നത്. അടുത്ത കാലത്ത് കൊമേഴ്സ് ഫീൽഡിലേക്കും ധാരാളം കുട്ടികൾ കടന്നു വരുന്നുണ്ട്. ബികോം വിത്ത് ACCA, ബികോം വിത്ത് CPA, ബികോം വിത്ത് CA പോലുള്ള കോഴ്സുകൾ. ഈ കോഴ്സുകളെല്ലാം തന്നെ വളരെയധികം ജോലി സാധ്യതയുള്ളതും ഉയർന്ന ശമ്പളത്തിൽ നാട്ടിലും വിദേശത്തുമൊക്കെ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സുകളാണോ ഈ ACCA പോലുള്ള കോഴ്സ്? ACCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ട്സ് കോഴ്സ്. അത് നമ്മുടെ നാട്ടിലെ CAക്ക് തുല്യമായി ബ്രിട്ടനിലുള്ള കോഴ്സാണ് ഈ ACCA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, അത് അമേരിക്കയിൽ CAക്ക് തുല്യം, നമ്മുടെ നാട്ടിലെ CAക്ക് തുല്യമായി അമേരിക്കയിലുള്ള കോഴ്സാണ്. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് തുല്യമായിട്ടുള്ള കോഴ്സുകളാണ് CIMA, CMA പോലുള്ള കോഴ്സുകൾ. ഈ കോഴ്സുകളെല്ലാം തന്നെ ധാരാളം ജോലി സാധ്യതയുള്ളതാണ്. ധാരാളം ജോലി സാധ്യത എന്നതിലുപരി ഇന്ത്യയിൽ പോലും വളരെ ലക്ഷങ്ങൾ, നല്ല തുക ശമ്പളം കിട്ടുന്ന ജോലികളാണ് ഇത് പാസ്സായാൽ. പക്ഷേ ഇതെല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്ന കോഴ്സാണോ ഇത്? ഇപ്പം പല കോളേജുകളും, പ്രൈവറ്റ് കോളേജുകളൊക്കെ ഇഷ്ടം പോലെ ബികോം വിത്ത് ACCA വലിയ പരസ്യങ്ങളാണ്. അപ്പോൾ പൊതുവേ മാതാപിതാക്കളുടെ ഒരു ധാരണ, ബികോം പഠിച്ച് 3 വർഷം അല്ല ഇപ്പോൾ 4 വർഷം ബികോം പഠിച്ച് പാസ്സാകുന്നതിനോടൊപ്പം തന്നെ ACCAയും അവർ പാസ്സായി വരും, അല്ലെങ്കിൽ CPA പാസ്സായി വരും എന്നുള്ളൊരു ധാരണ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അതിസമർത്ഥർക്ക് മാത്രം, അതായത് നമ്മളൊരു +2 കഴിഞ്ഞ് ഇപ്പം നമ്മുടെ നാട്ടിലെ CA, പണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര CAക്കാരെ നമുക്ക് കാണാൻ പറ്റും? നമ്മുടെ ഗ്രാമത്തിൽ പോലും ചിലപ്പോൾ ഒരാളെ കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ കോഴ്സ് പഠിച്ച് പാസ്സാകുക എന്നുള്ളത്. അപ്പം ഒരു +2 കഴിഞ്ഞൊരു 4-5 വർഷം കൊണ്ടാണ്, അതായത് സമർത്ഥരായ കുട്ടികൾ സ്ഥിരമായി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഒരു CA പാസ്സാകാൻ പറ്റൂ. അതുപോലെയൊക്കെ തന്നെയാണ് ACCAയും ഒക്കെ. സ്ഥിരമായി, അതായത് നല്ല സമർത്ഥരായ കുട്ടികൾ സ്ഥിരമായി കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ധാരാളം ജോലി അവസരങ്ങളുമുണ്ട്. പക്ഷേ ഒരു സാധാരണ പഠിക്കുന്നതൊക്കെ കുട്ടി, ഒരു ആവറേജ് കുട്ടീനെയൊക്കെ ആ ജോലി കിട്ടും ബികോം ACCA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കിക്കഴിഞ്ഞാൽ ബികോം പാസ്സാകുമായിരിക്കും. പക്ഷേ ACCA ഒന്നും അങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സുകളല്ല. അപ്പോൾ തീർച്ചയായും മാതാപിതാക്കൾ ഈ വലിയ വലിയ പരസ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള സ്ഥാപനങ്ങളുടെ ഇതൊക്കെ കാണുമ്പോൾ പലരും മയങ്ങി വീഴുകയാണ്. നിങ്ങളുടെ കുട്ടിക്ക് അതിനുള്ള അഭിരുചിയുണ്ടോ, നിങ്ങളുടെ കുട്ടിക്ക് അത് പഠിച്ച് നേടാനുള്ള കഴിവുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും വിടുക. അല്ലാതെ ഇത് പൈസ ഉണ്ടല്ലോ എന്നാൽ ACCAക്ക് വിട്ടേക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഇതുപോലുള്ള കോഴ്സുകൾക്കെല്ലാം വിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള, പഠിച്ച് ജയിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് കഷ്ടപ്പെട്ട് സ്ഥിരമായി കുത്തിയിരുന്ന് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പാസ്സാകാൻ പറ്റും. ആ ഒരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകണം. കാരണം +2 പലരും ചിലപ്പോൾ ACCA മാത്രമൊക്കെ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നുണ്ട്, കാണാറുണ്ട്. അപ്പോൾ അത് ജയിച്ചില്ലെങ്കിൽ വെറും +2 മാത്രമാകും വിദ്യാഭ്യാസം. അതുകൊണ്ട് സമാന്തരമായിട്ട് ഇപ്പോൾ പല കോളേജുകളും ബികോം വിത്ത് ACCA ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഠിനമായി പരിശ്രമിക്കുന്ന, സ്ഥിരമായി കുത്തിയിരുന്ന് നന്നായിട്ട് അധ്വാനിക്കുന്ന കുട്ടികൾ, സമർത്ഥരായ കുട്ടികൾക്ക് ഈ കോഴ്സ് പാസ്സാകാൻ പറ്റൂ. അത് ബോധ്യപ്പെടണം മാതാപിതാക്കൾ. അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിങ് അവന് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഇത് വളരെ എളുപ്പമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും ധാരാളം അവസരങ്ങൾ, അതായത് കൊമേഴ്സ് രംഗത്ത് ഇന്ന് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ തന്നെ കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടിങ് പോലെയുള്ള കോഴ്സുകളൊക്കെ പാസ്സായാൽ നാട്ടിലും വിദേശത്തുമൊക്കെ വലിയ തുകകൾ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ കിട്ടും. പക്ഷേ ഇതത്ര എളുപ്പമല്ല. അത് നന്നായി പഠിക്കുന്ന കുട്ടികൾ, അതായത് നന്നായി സ്ഥിരമായി അധ്വാനിക്കുന്ന കുട്ടികൾ, അതായത് ഇതിനു വേണ്ടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന കുട്ടികൾ മാത്രം ഇതുപോലുള്ള കോഴ്സുകൾക്ക് പോകുക. അല്ലാതെ പരസ്യം കാണുമ്പോൾ ബികോം പാസ്സാകുന്ന പോലെ വളരെ എളുപ്പത്തിൽ ഇത് പാസ്സായി വരുമെന്ന് നിങ്ങൾ പേരൻസ് ഒരിക്കലും ചിന്തിക്കരുത്. നല്ല കോഴ്സുകളാണ് ഈ കോഴ്സുകളൊന്നും മോശമാണെന്നല്ല ഞാൻ ഇത് പറഞ്ഞത്. എല്ലാം നല്ല, ഇത് പഠിച്ചു പാസ്സായാൽ വലിയ ഉയരങ്ങളിലെത്തുന്ന കോഴ്സുകളാണ് ഇതെല്ലാം തന്നെ. പക്ഷേ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ മാത്രം ഇതിന് വിടുക. അല്ലാതെ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് പെട്ടെന്ന് ബികോം ACCA 4 വർഷം കൊണ്ട് അത് പാസ്സായി എൻ്റെ കുട്ടി വരും എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ആലോചിച്ച് കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി മാത്രം ഈ കോഴ്സുകൾക്ക് വിടുക. താങ്ക് യു.